ഈ കഴിഞ്ഞ നവംബർ മാസം 21-ാം തീയതി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് കർഷക റോഡിൽ ഡ്രീംസ് റെസിഡൻസി എന്ന പേരിൽ ഒരു ലോഡ്ജ് കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനം നടക്കുന്നുണ്ടുള്ള ഒരു വിവരം കിട്ടിയിട്ട് നമ്മളവിടെ റെയ്ഡ് ചെയ്യുകയും അതിനെ തുടർന്ന് കൊല്ലം സ്വദേശിനിയായ രശ്മി, അവരുടെ സഹായിയായ ഒരു ആലപ്പുഴ സ്വദേശി വിമൽ, അതുപോലെ തന്നെ ലോഡ്ജിൻ്റെ നടത്തിപ്പുകാരനായ മാർട്ടിൻ എന്നിവരെ പ്രതികളാക്കി നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യും. നമ്മൾ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ ആ കേസിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് എറണാകുളം സിറ്റി ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന SCPO സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് രമേഷ്, കൂടാതെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ASI ബ്രിജേഷ്. അപ്പോൾ ഇവർക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഉടമയുമായും ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുമായും വ്യക്തമായ പങ്ക് ഉണ്ടെന്നുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ കേസിലേക്ക് ഇവരെ ഇന്ന് പ്രതി ചേർക്കുകയും ഇന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ആദ്യം അറസ്റ്റിലായത് രേഖകൾ പ്രകാരമുള്ള ഈ ലോഡ്ജിൻ്റെ ലീസിനെടുത്ത് നടത്തുന്ന ഉടമസ്ഥനും, അതുകൂടാതെ ഈ അനാശാസ്യം കേന്ദ്രത്തിൻ്റെ മുഖ്യ സൂത്രധാരക ഒരു ലേഡിയാണ്, രശ്മി എന്നാണ് പേര്. അപ്പോൾ അവരുടെ കസ്റ്റഡിയിലാണ് ഈ പെൺകുട്ടികളുള്ളത്. അപ്പോൾ അവർ ആവശ്യക്കാരെ കസ്റ്റമേഴ്സിനെ അവർ കണ്ടെത്തിയിട്ട് ഈ പെൺകുട്ടികളുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് ഈ കച്ചവടം ഉറപ്പിച്ചിട്ട് ഈ ബിസിനസ് ഉറപ്പിച്ചിട്ട് അവിടെ തന്നെയുള്ള 102-ാം നമ്പർ റൂമിലാണ് ഈ ലേഡിയും സഹായിയും താമസിക്കുന്നതും. തൊട്ടടുത്തുള്ള 103-ാം നമ്പർ റൂമാണ് അവർ ഈ അനാശാസ്യത്തിന് ഉപയോഗിച്ചിരുന്നതും. കസ്റ്റമേഴ്സിനെ ആ റൂമിലേക്ക് എത്തിച്ച് ഈ പെൺകുട്ടികളെ അവിടെ എത്തിച്ചു കൊടുക്കുകയായിരുന്നു അവർ ചെയ്തു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തുമ്പോഴത്തേക്കും ഒരു പോലീസിൻ്റെ നിലവിലുള്ള ഒരു അധികാരവും അതുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു സേഫ്റ്റി ആണ് അവർ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇതിലെ സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുള്ളതായിട്ടാണ് വ്യക്തമാക്കാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു സാമ്പത്തിക ലാഭം, ഈ അനാശാസ്യ കേന്ദ്രം നടത്തിയ ഒരു സാമ്പത്തിക ലാഭം കൊയ്തതായിട്ടുള്ള വെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവരെ ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സമാനമായ കേസുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മളിനി കൂടുതലായിട്ട് ഇനിയിപ്പം വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിന് നമ്മൾ കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നതാണ്. ഇതിൽ രമേശ് എന്നയാൾക്കെതിരെ അച്ചടക്ക നടപടികൾ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഇതുപോലുള്ള സമാനമായിട്ടുള്ള എന്തെങ്കിലും ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രതികളും ഇനി കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ അന്വേഷിക്കുന്നതാണ്. കാരണം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ നടത്തിപ്പുകാർക്ക് പോലീസിനെ പോലുള്ള, കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരെ പോലുള്ളവർക്ക് അതൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പം മജിസ്ട്രേറ്റിൻ്റെ അടുക്കലേക്ക് ഹാജരാക്കാനായിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസാണ്. അപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നതിനായിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. കസ്റ്റഡിയിലേക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്.